ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് ഇനി നെക്സ്റ്റ് ഡേ എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ട്രെൻഡ് അപ്പിലായിരുന്നു. അത് ബ്രേക്ക് ഔട്ടായി, പിന്നെ അവിടുന്ന് തിരിച്ച് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലാസ്റ്റ് ഈ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇതിൻ്റെ ഹയർ ലോ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 4 മണിക്കൂറിൻ്റെ 4 ഹവറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഹയർ ലോ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഇപ്പം ഞാൻ രേഖപ്പെടുത്തിയ പോയിൻ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹയർ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ലോവർ ലോയും ഹയർ ഹൈയും നമ്മൾ ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഡയറക്റ്റ് അത് പിന്നെ ബ്രേക്ക് ഔട്ടായി ഒരു ലോവർ ലോ ആണ് ക്രിയേറ്റ് ആയിട്ടുണ്ടായത്. അപ്പോൾ ഈ ലോവർ ലോ ക്രിയേറ്റ് ആയതിൻ്റെ ശേഷം ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ പോയിരുന്നൊരു മാർക്കറ്റ്, ഇവിടെ ഒരു അപ് ട്രെൻഡിൽ പോയിരുന്നൊരു മാർക്കറ്റ് ഈ ഹയർ ഹൈന് ശേഷം ഇവിടെ എന്താണ് സംഭവിച്ചത്, ഈ കീ ലെവലിൽ വന്ന് മെയിൻ ഹയർ ലെവൽ വന്ന് അവിടെ വന്നതിൻ്റെ ശേഷം എന്താണ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ബ്രേക്ക് ഔട്ടാണ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ പാറ്റേൺ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആയിട്ട് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റ് എന്താണ് ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത്, അതിനുശേഷം ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത്, അതിനുശേഷം ഇത് ഡൗൺ ട്രെൻഡിലോട്ട് മൂവ് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു മാർക്കറ്റ് അതിനുശേഷം ഈ ട്രെൻഡ് ചേഞ്ച് ആവുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് ഞാൻ കാണിച്ചു. ഇപ്പോൾ ഈ ഡൗൺ ട്രെൻഡിലേക്ക് വന്നിരിക്കുന്ന മാർക്കറ്റിനെ നമ്മൾ ട്രെൻഡ് ലൈനിൽ നമ്മൾ രേഖപ്പെടുത്താമെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതിനെ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് ഒരു ഡൗൺ ട്രെൻഡിൽ ഉണ്ടായിരുന്ന മാർക്കറ്റ്. ഇപ്പോൾ ഈ ഡൗൺ ട്രെൻഡിൽ ഉണ്ടായിരുന്ന മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ രേഖപ്പെടുത്തിയ ലോവർ ഹൈ അതിന് ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ട്രെൻഡ് ചേഞ്ച് ആയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ലോവർ ഹൈ, അതിനുശേഷം ലോവർ ലോ, ഓക്കെ, അതിനുശേഷം ലോവർ ഹൈ, അതിനുശേഷം ലോവർ ലോ. അപ്പോൾ നമുക്കിതിനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കിതിനെ അടയാളപ്പെടുത്താം. ഈ ഒരു പോയിൻ്റാണ് ലോവർ ലോ, അതിനുശേഷം ലോവർ ഹൈ, അതിനുശേഷം വീണ്ടും ഒരു ലോവർ ലോ, ഓക്കെ. ഇത് 4 ഹവറിൻ്റെ ചാർട്ടിലാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലാസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു പോയിൻ്റാണ് ലാസ്റ്റ് പോയിൻ്റ്, ഓക്കെ. അപ്പോൾ ഈ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇവിടെ ഈ ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, അതിനുശേഷം എന്താണ് ഈ റെസിസ്റ്റൻസിൽ വന്നിട്ട് എന്താണ് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആയത്, ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 4 ഹവറിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു പോയിൻ്റ് ഈ ഒരു റെസിസ്റ്റൻസിൽ വന്നിട്ട് ഇത് താഴോട്ടായിരുന്നു പോകേണ്ടത്. അതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. അവിടെ ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഇത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത്, അതിനുശേഷം ഒരു ലോവർ ലോ അല്ലെങ്കിൽ ഒരു ലോവർ ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ആവേണ്ടതെന്ന് നോക്കിക്കോ. അതിന് പകരം എന്താണ്ടായി, ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ഇത് ഇവിടെ ആക്ട് ചെയ്ത്,
അതിന് ശേഷം എന്താണ്, ഇപ്പം ഇതിൻ്റെ മെയിൻ 4 ഹവറിൽ കീ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ കീ ലെവൽ. ഈ കീ ലെവലിന് ബ്രേക്ക് ഔട്ടായി ഒരു ഹയർ ഹൈ ഉണ്ടായി. ഹയർ ഹൈ ഉണ്ടാകുമ്പോൾ എന്താണ്, അവിടെ ട്രെൻഡ് ചേഞ്ച് ആവാണ് ഉണ്ടായത്. ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ ഉണ്ടായിരുന്ന നിഫ്റ്റിയുടെ അതിപ്പോൾ ട്രെൻഡ് മാറി അപ്പ് ട്രെൻഡിലോട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഈ ഒരു കീ ലെവലിൽ ഇവിടെ ഇവിടുന്ന് ഈ ഒരു കീ ലെവലിൽ റെസിസ്റ്റൻസിൽ വന്ന് ഇത് അടിയിലോട്ടാണ് പോകേണ്ടത്. ഇതാണ് കീ ലെവൽ. ഇവിടെ എന്തുണ്ടായി, ഈ ഒരു കീ ലെവൽ ബ്രേക്ക് ചെയ്ത് നേരെ ഒരു ഹയർ ഹൈ ഉണ്ടായി. അപ്പോൾ എന്തുണ്ടായത്, ട്രെൻഡ് ചേഞ്ചായി. ട്രെൻഡ് ചേഞ്ചായി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെന്താണ്, ഇതൊരു ലോവർ ഹൈ ഉണ്ടാവണം. ഈ ലോവർ ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സപ്പോർട്ട് ലെവലിലാണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിജക്ഷനാണ് സംഭവിച്ചത്. കാരണം ക്ലിയർ റിജക്ഷൻ, വീക്ക് റിജക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ലെവലിൽ ഇത് മുകളിലോട്ട് പോകാനാണ് ചാൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഈ വിക്ക് റിജക്ഷന് 4 ഹവർ ചാർട്ടിലായതുകൊണ്ടാണ് ഈ വിക്ക് റിജക്ഷൻ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് അത് മേലേക്ക് പോയതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത് 4 ഹവറിൽ ഈ കീ ലെവലിൽ ഇവിടെ എന്താണ് സപ്പോർട്ടായി കണ്ട. ഇപ്പം ഈ ഒരു ലെവലിൽ ഇവിടെ വന്ന് വീണ്ടും ഒരു ചെറിയൊരു ഹൈ ഉണ്ടായി, ഇവിടെ വീണ്ടും റെസ്പെക്റ്റ് ചെയ്ത്. ദാറ്റ്സ് മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഡബിൾ ബോട്ടം എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഡബിൾ ബോട്ടം ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കി നമുക്കിവിടെ ഒരു 1 ഹവറില ഒരു 15 1 ഹവർ ഇപ്പോൾ ഈ 4 ഹവറിൽ ഇവിടെ ഒരു ഡബിൾ ബോട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം എന്തായി, മാർക്കറ്റ് ഇപ്പോൾ സ്റ്റില്ല് മുകളിലോട്ട് പോകാനാണ് ചാൻസ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ഹവറിൽ നിഫ്റ്റിൻ്റെ ചാർട്ടിൽ 4 ഹവറിൽ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു കറണ്ട് പൊസിഷനിലാണ്. ഇപ്പോൾ 4 ഹവറിൽ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇത് ബൈ ആണ്. അപ്പോൾ നമുക്കൊരു ബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു ബൈ ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഹവറിൻ്റെ ചാർട്ടിലൊരു ബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റും. കണ്ട, ഇവിടുന്ന് എടുത്ത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ വെച്ച് ഇത് എന്താണ് നെക്സ്റ്റ് ഹൈയിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഏകദേശം നമ്മൾ ഈ ഒരു വിക്ക് റിജക്ഷൻ ഉണ്ടായ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. ഇതാണ് 4 ഹവറിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ. ഇനി കൂടുതൽ കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു കണ്ട മുന്നത്തെ ഈ ഒരു റെസിസ്റ്റൻസിൽ വന്നിട്ട് നിൽക്കുകയാണ്. ഇനി എന്തുണ്ടാവുക, ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആവും, ചിലപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആവും. അത് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇൻ കേസ് മോർ കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഇവിടെ റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു സപ്പോർട്ടിൽ ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോണ സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ 4 ഹവറിൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന 4 ഹവറിൻ്റെ ഈ ഒരു സെറ്റപ്പ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫിനെ ഡേ 1ലേക്ക് മാറ്റണം. ഓക്കെ, ഡേ 1ലേക്ക് മാറ്റുമ്പോൾ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ 4 ഹവറിൻ്റെ ചാർട്ട് ഹയർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റണം. മീൻസ് ഡെയിലി ചാർട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഡെയിലി ചാർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ചാർട്ട് നിൽക്കുന്നത്.
അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഇപ്പം ഈ ഒരു അടയാളപ്പെടുത്തിയ പോയിന്റ് പിന്നെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാം. അപ്പോൾ എവിടുന്നാണ് കറക്റ്റ് ഒരു ട്രെൻഡ് ഇവിടെ ഡൗൺ ട്രെൻഡിലേക്ക് ചേഞ്ച് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ് ഇവിടെ എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമാറ്റാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ട്രെൻഡ് ചേഞ്ച് ആവുന്ന കറക്റ്റ് സ്ട്രക്ചർ ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട ഇതാ ഇവിടെ വന്ന് ഇവിടെ പുതിയൊരു ഹൈ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ എന്താണ് അത് താഴോട്ടാണ് വരികയാണ് ചെയ്തത്. കണ്ട ഇങ്ങനെ വരികയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രോങ് എന്താണ് റെസിസ്റ്റൻസ് ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, കണ്ട ഡെയിലിയിൽ ഇത് കറക്റ്റ് ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ ഇത് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇത് താഴോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ താഴോട്ട് പോകാനും ഇതിന് കറക്റ്റായിട്ടുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോർ കൺഫർമേഷൻ വേണം. അപ്പോൾ മോർ കൺഫർമേഷന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രകാരം ഈ ഒരു ചാർട്ടിൽ ഇപ്പോൾ ഒരു ഇൻട്രാഡേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിൽ ഇത് ഈ ഒരു റെസിസ്റ്റൻസ് ലൈന് ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഈ ഒരു പിന്നെ എന്താ റെസിസ്റ്റൻസ് ടോപ്പ് ഹൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2651 എന്ന പോയിന്റിലേക്ക് എത്തുന്ന വരെ നമുക്ക് അതിൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇത് കറക്റ്റ് ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതവിടെ റീടെസ്റ്റ് ചെയ്ത് ബൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ട്രേഡ് ഓപ്പൺ ആക്കാൻ പറ്റും. ടാർഗറ്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ലോസ് നേരെ ഇതിൻ്റെ അടിക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻട്രാഡേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ 1 ഹവറേക്ക് മാറ്റി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ 15 മിനിറ്റ്സിലോട്ട് ടൈം ഫ്രെയിം 15 മിനിറ്റ്സിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. കണ്ട കറക്റ്റ് സ്ട്രക്ചർ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട്. 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ എന്താ ഇതാണ് 15 മിനിറ്റ്സിൻ്റെ ചാർട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടുന്ന് ഇൻ കേസ് ഇവിടുന്ന് നേരെ ഇവിടുന്ന് അടിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഇതിന് ഒരു ചെറിയൊരു പിന്നെ എന്താ പറയുക 5 മിനിറ്റ്സിലോ 1 മിനിറ്റ്സിലോ ഒരു റീടെസ്റ്റ് നടന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ പറയുകയാണെന്നുവെച്ചെങ്കിൽ 1 മിനിറ്റോ 5 മിനിറ്റ്സിലോ ഇവിടെ എന്താണ് ഇങ്ങനൊരു പിന്നെ സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലൈന് ബ്രേക്ക് ഔട്ടായി ഇപ്പോൾ 1 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈ ബ്രേക്ക് ഔട്ടായി ഈ ഇവിടെ എന്ത് ചെയ്യുക റീടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ 1 മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീടെസ്റ്റ് ചെയ്ത് കണ്ട ഇവിടെ ഇല്ലെങ്കിൽ ഒരു ഹയർ ഹൈ ഉണ്ടായതിൻ്റെ ശേഷം ട്രേഡ് എടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ ഒരു ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിലാട്ടാ 1 മിനിറ്റിലോ 5 മിനിറ്റ്സിലോ ഇവിടെ എന്താണ് ഡബിൾ ബോട്ടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിൽ ഇവിടെ ഡബിൾ ബോട്ടം ഉണ്ടായിട്ട് കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർ കൺഫർമേഷൻ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആവുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇൻട്രാഡേയിൽ നമുക്കിതിന് ട്രേഡ് എടുക്കാൻ പറ്റും.
ലോങ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് പിന്നെ 4 ഹവറിൽ കറക്റ്റായിട്ട് അതിൻ്റെ ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നിഫ്റ്റിൻ്റെ നെക്സ്റ്റ് വീക്കിൽ മൂവ്മെൻറ്റ്സ് എങ്ങനെയുണ്ടാകണമെന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് സ്ട്രക്ചറാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതിലിപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുക്കേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ട ഈ ലോവറിലോ അതിൽ വന്ന് ഇത് എന്ത് ഈ ഒരു എന്താണ് റെസിസ്റ്റൻസിൻ്റെ ലൈനിൻ്റെ അവിടെ വന്ന് ഇവിടെ ഭയങ്കര ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി. ഓക്കെ, ഈ ഗ്യാപ്പ് അപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യും, റീടെസ്റ്റ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ അത് നേരെ അടിക്ക് വരാം. അപ്പോൾ അതിന് നമ്മൾ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇവിടെ റീടെസ്റ്റ് ചെയ്ത് ഇവിടെ എന്താണ് ഈ ഗ്യാപ്പ് അപ്പ് ഉണ്ടായെടുത്ത് റെസ്പെക്റ്റ് ചെയ്ത് ഇവിടുന്ന് നേരെ ഇത് മുകളിലോട്ട് ഇൻ കേസ് ചിലപ്പോൾ ഇവിടെ പോവാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുവരെ വേണമെങ്കിൽ പോവാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ട ഇവിടെ വന്ന മാതിരി ഇവിടെ കണ്ട ഇവിടെ വന്ന് കണ്ട കറക്റ്റായിട്ട് മാർക്കറ്റ് നെക്സ്റ്റ് ഡേ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഫ്രെയിമിൽ ബൈ ഓർഡർ ഇവിടെ ചില ആൾക്കാർ ഇവിടെ ബൈ ഓർഡർ എടുത്തിട്ടുണ്ടാവും. ബൈ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് അവിടെ റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോണ സമയത്ത് ഒരു ഇൻട്രാഡേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ 1 മിനിറ്റിലേക്കോ പിന്നെ ഒരു 5 മിനിറ്റ്സിലേക്കോ ചാർട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ ഒരു എന്ത് ചെയ്യുക, ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പിന്നെ കണ്ട ഇവിടെ ഒരു ബൈ ഓർഡർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഈ ഒരു കീ ലെവൽ വരെ നമുക്ക് ഇതിൻ്റെ എന്താണ് ടാർഗറ്റ് 1:1 പിന്നെ 1:2 ഒരു ട്രേഡ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് ലോങ് ടൈം എന്ന ലെവലിൽ ഇവിടെ വീണ്ടും ഒരു ട്രേഡ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പിന്നെ വീണ്ടും ഒരു ട്രേഡ് ഓപ്പൺ ആക്കി സ്റ്റോപ്പ് ലോസ് കൂടെ സെയിം സ്ഥലത്ത് തന്നെ കൊടുത്ത് ടേക്ക് പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് കറക്റ്റായിട്ട് മാർക്കറ്റിന് അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇൻഡിക്കേറ്ററിലും കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം നമുക്ക് ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, പിന്നെ ലോവറിലോ ലോവർ ഹൈ, ലോവറിലോ ലോവർ ഹൈ. ആ ഒരു ഫോർമാറ്റിലാണ് എപ്പോഴും എന്ത് ചെയ്യുക, മാർക്കറ്റ് റിയാക്ട് ചെയ്യുള്ളൂ. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ കറക്റ്റായിട്ടുള്ളൊരു സ്ട്രക്ചർ. കറക്റ്റായിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ എന്താണ് അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ പോലും അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു പിന്നെ പ്രിഡിക്ഷനാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല കറക്റ്റായിട്ട് ഞാനൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചാർട്ടിനെ ഞാൻ വിശദീകരിച്ച് തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ബൈ.